ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തർ മടങ്ങുന്നതിനിടെ തന്നെ നഗരത്തിൽ ശുചീകരണ പ്രവർത്തനവും തുടരുകയാണ്. പൊങ്കാല അടുപ്പ് തയ്യാറാക്കാൻ ഉപയോഗിച്ച ഇഷ്ടികകൾ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ കോർപ്പറേഷൻ ഇപ്പോൾ ശേഖരിക്കുന്നുണ്ട്. ഇഷ്ടികകൾ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കും. തിരുവനന്തപുരത്ത് നിന്നും എസ് വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ചുകൊണ്ട് ഭക്തർ മടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭക്തർ പോകുന്നതിനൊപ്പം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളും ഇവിടെ വളരെ ദ്രുതഗതിയിൽ തന്നെയാണ് നടക്കുന്നത്. ഒപ്പം തന്നെ ഈ അടുപ്പ്, അതായത് പൊങ്കാലയ്ക്കുള്ള അടുപ്പ് തയ്യാറാക്കിയിരിക്കുന്ന ഇഷ്ടികകൾ യഥാസമയം ഇവിടെ നിന്ന് മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഇഷ്ടികയ്ക്ക് വലിയൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ ഈ ഇഷ്ടിക ലൈഫ് പദ്ധതിയിലേക്ക് വീടിന് വേണ്ടി നൽകാനായിരുന്നു അന്നത്തെ കോർപ്പറേഷൻ ഭരണാധികാരികൾ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അതിനെതിരെ അന്ന് BJP രംഗത്ത് വരികയാണ് ഉണ്ടായത്. ഇത് കൊടുക്കുന്നത്, അതായത് ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായതാണ്, ഇതൊരിക്കലും വീട് നിർമ്മാണത്തിനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് BJP രംഗത്ത് വന്നത് നമ്മൾ ഓർക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണ ഇത് വലിയൊരു ബാധ്യതയായി മാറും എന്ന് മനസ്സിലാക്കി അതേ നിലപാടിലേക്ക് തന്നെ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന BJP ആണെന്ന് നമുക്കറിയാം. അവരും അതേ നിലപാടിലേക്ക് എത്തുന്നു. അതായത് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഇഷ്ടിക വീടില്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിക്കുന്നതിന്, ലൈഫിൽ വീട് നിർമ്മിക്കുന്നതിന് നൽകാൻ തന്നെയാണ് ഇപ്പോൾ ഈ നഗരസഭയും, അതായത് തിരുവനന്തപുരം നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രവൃത്തിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വളരെ കൃത്യമായി തന്നെ BJP കൗൺസിലർ വ്യക്തമാക്കിയതാണ്. നിവേദ്യം അർപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ശുചീകരണം ആരംഭിക്കാൻ 3000-ഓളം തൊഴിലാളികൾ നഗരത്തിലെമ്പാടും. അത് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ 7 ഏരിയകളിലായി വിന്യസിപ്പിച്ച് അവർക്ക് ചുമതല നൽകി. അതുപോലെ തന്നെ 101 കൗൺസിലർമാരെയും സജ്ജമാക്കി രാത്രി ഒരു 9 മണിയോടെ കൃത്രിമ മഴ പെയ്യിപ്പിച്ച് അതോടെ അവസാനിപ്പിക്കാം. ഈ പൊങ്കാലയ്ക്ക് അടുപ്പ് കൂട്ടുന്നതിനുള്ള ഇഷ്ടികയ്ക്ക് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. അതായത് 3 ഇഷ്ടിക ഉപയോഗിച്ചുകൊണ്ടാണ് പൊങ്കാല അടുപ്പ് കൂട്ടുന്നത് നമ്മൾ കണ്ടതാണ്. ഇത് പ്രധാനമായിട്ടും 3, അതായത് ഭഗവതിയുടെ 3 വകഭേദങ്ങളായിട്ടാണ് കാണുന്നത്. ഒന്ന് മഹാലക്ഷ്മിയാണ്, ഒന്ന് ഭദ്രകാളിയാണ്, അതുപോലെ തന്നെ ഒന്ന് ഭഗവതി. ഇങ്ങനെ 3 തരത്തിലാണ് ഇതുള്ളത്. എന്തായാലും ആ ഇഷ്ടിക കഴിഞ്ഞ തവണ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ്. ഇന്ന് അത് കയറ്റിക്കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. ഇതും അതേപോലെ തന്നെ ഏറ്റവും സാധാരണക്കാരായ വീടില്ലാത്ത നിർധനരായ മനുഷ്യർക്ക് വീട് നിർമ്മിക്കുന്നതിന് എന്നുള്ള കഴിഞ്ഞ തവണത്തെ നഗരസഭ എടുത്തിരിക്കുന്ന നിലപാട് പിന്തുടരാൻ പുതിയ നഗരസഭയുടെ ഭരണാധികാരികളും തയ്യാറാവുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും നഗരത്തിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനി വൈകുന്നേരത്തോടു കൂടി, രാത്രി വൈകിയാണെങ്കിൽ പോലും ഇവിടെ കൃത്യമായ ഒരു കൃത്രിമ മഴ പെയ്യിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് എന്തായാലും നഗരസഭ പോവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ക്യാമറാമാൻ സജീവിനൊപ്പം എസ് വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.